വെൽക്കം ബാക്ക് ടു PSC യശുമേധം. അപ്പോൾ നമുക്ക് 2025 PSC ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. അപ്പോൾ മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. അപ്പോൾ 2025 ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ട് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. വിടവുകൾ പൂരിപ്പിക്കുക. അപ്പോൾ എന്താണ്, 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. അപ്പോൾ ഏത് ദൗത്യമായിരുന്നു അത്? സ്പെയ്ഡെക്സ് മിഷൻ ആയിരുന്നു. ഓക്കെ, സ്പെയ്ഡെക്സ് ദൗത്യമായിരുന്നു. അപ്പോൾ ഈ സ്പെയ്ഡെക്സ് മിഷനിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ, അതായത് ചേസർ, ടാർഗറ്റ് എന്നീ 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. ഓക്കെ, സ്പെയ്ഡെക്സ് ദൗത്യത്തിൽ ISRO ചേസർ, ടാർഗറ്റ് എന്നീ 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു എന്നാണ് 2025 ജനുവരി 16 അപ്പോൾ ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. USA, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയത്. ഓക്കെ, US, റഷ്യ, ചൈന. അപ്പോൾ ഇതിൻ്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV C-60 ആയിരുന്നു. ഓക്കെ, PSLV C-60 ആയിരുന്നു വിക്ഷേപണ വാഹനം. 2024 ഡിസംബർ 30 ഇത് വിക്ഷേപിച്ചത്. ഓക്കെ, 2024 ഡിസംബർ 30 വിക്ഷേപിച്ചു. 2025 ജനുവരി 16 ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്തത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിംഗോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രൈമറി അമീബിക് മെനിംഗോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നെഗ്ലേറിയ ഫൗളേരി ആണ്. അപ്പോൾ നെഗ്ലേറിയ ഫൗളേരി എന്നത് എന്താണ്? ഒരു അമീബയാണ്. ഓക്കെ, ഒരു അമീബയുടെ വർഗത്തിൽപ്പെട്ടതാണ് നെഗ്ലേറിയ ഫൗളേരി. അടുത്തത് 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഓക്കെ, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതായിരുന്നു 2024 വേൾഡ് ഹെൽത്ത് ഡേയുടെ പ്രമേയം. മൈ ഹെൽത്ത് മൈ റൈറ്റ്, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതായിരുന്നു. അപ്പോൾ 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? 2025 തീം എന്ന് പറയുന്നത് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നതായിരുന്നു. എന്താണ്? ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. അടുത്തത് 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഓക്കെ, 38ാമത് ദേശീയ ഗെയിംസ് നടന്നത് ഉത്തരാഖണ്ഡിൽ വെച്ചാണ്. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസിൽ വിജയിച്ചത് സർവീസസ് ആണ്. ഓക്കെ, സർവീസസ് ആണ് വിജയിച്ചത്. അടുത്തത്, താഴെ പറയുന്നവരിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? പ്രശസ്തനായ ഒരു കലാകാരനും സിനിമാ പിന്നണി ഗായകനും കൂടിയാണ്. അപ്പോൾ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? പുഷ്പവതി പൊയ്പ്പാടത്താണ്. ഓക്കെ, പുഷ്പവതി പൊയ്പ്പാടത്താണ് വൈസ് ചെയർപേഴ്സൺ ആണ്. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ഇപ്പോഴത്തെ ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ഓക്കെ, കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. സെക്രട്ടറി ആരാണ്? ഇപ്പോഴത്തെ സെക്രട്ടറി കരിവെള്ളൂർ മുരളിയാണ്. ഓക്കെ, കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് കരിവെള്ളൂർ മുരളിയാണ്. വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പുഷ്പവതിയാണ്. പുഷ്പവതി പൊയ്പ്പാടത്താണ്, ഒരു ഗായിക കൂടിയാണ്. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഓക്കെ, ഇത് നിലവിൽ വന്നത് 1958 ഓക്കെ, 1958 നിലവിൽ വന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്.
2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2024 വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചരുവിലിനാണ്. അശോകൻ ചരുവിൽ. അപ്പോൾ അശോകൻ ചരുവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. ഏത് നോവലിനാണ്? കാട്ടൂർ കടവ്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് വയലാർ അവാർഡ് 2024 അശോകൻ ചരുവിലിന് ലഭിച്ചത്. ഇത് 48ാമത്തെ വയലാർ അവാർഡായിരുന്നു. അപ്പോൾ 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അത് ഇ സന്തോഷ് കുമാറിനാണ്. ഇ സന്തോഷ് കുമാറിനാണ് അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് ലഭിച്ചത്. തപോമയിയുടെ അച്ഛൻ ഇ സന്തോഷ് കുമാറിനാണ്. അടുത്തത് 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചാണ്. ബാക്കുവിൽ വെച്ചാണ് നടന്നത്. ബാക്കു എവിടെയാണ്? അസർബൈജാനിലാണ്. അപ്പോൾ 2024 നടന്നത് COP29 ആയിരുന്നു. 29ാമത്തെ ഉച്ചകോടിയാണ് 2024 നടന്നത്. അപ്പോൾ 2025 COP30യുടെ വേദി എവിടെയായിരുന്നു? COP30 എവിടെ വെച്ചാണ് നടന്നത്? അത് ബ്രസീലിലെ ബെലേമിൽ വെച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ ബെലേം ആയിരുന്നു. അപ്പോൾ COP30 ആണ് 2025 നടന്നത്. അത് ബ്രസീലിലെ ബെലേമിൽ വെച്ചായിരുന്നു. അടുത്തത് താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? അപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി ദേശീയ പ്രതീകമായി നിലവിൽ അംഗീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്, രാജ്കുമാർ റാവുവിനെയാണ്. രാജ്കുമാർ റാവു. അടുത്തത് 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാര്? 2025 വയലാർ സാഹിത്യ പുരസ്കാരം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആർക്കാണ്? ഇ സന്തോഷ് കുമാറിനാണ് ലഭിച്ചത്. ഓപ്ഷൻ എ ആണ്, ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ എത്രാമത്തെ വയലാർ അവാർഡാണ് 2025 ഇ സന്തോഷ് കുമാറിന് ലഭിച്ചത്? 49ാമത് വയലാർ അവാർഡാണ് ലഭിച്ചത്. അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ആരാണ്? സജി ചെറിയാനാണ്. സജി ചെറിയാനാണ് ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. അപ്പോൾ ചിഞ്ചുറാണി എന്താണ്? ക്ഷീരവകുപ്പ് മന്ത്രിയാണ്. വി ശിവൻകുട്ടി വിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലകാണ്. എ ജയതിലകാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി. ഇപ്പോൾ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ജയതിലക്. അപ്പോൾ 49ാമത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? അത് ശാരദാ മുരളീധരനായിരുന്നു. 49ാമത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ജയതിലക്. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. ഡോക്ടർ വി നാരായണൻ. അപ്പോൾ ISROയുടെ 11ാമത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. അടുത്തത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് പിന്തുണയോടെയുള്ള OTT പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ്? സി സ്പേസ് ആണ്. സി സ്പേസ് ആണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് പിന്തുണയോടെയുള്ള OTT പ്ലാറ്റ്ഫോം. അടുത്തത് ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, ശിവശക്തി പോയിന്റ് എന്നാണ് ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ഡേറ്റ് എന്നാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്, അതായത് സോഫ്റ്റ് ലാൻഡ് ചെയ്തതെന്നാണ് 2023 ഓഗസ്റ്റ് 23 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. അടുത്തത് കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? KN ഹരിലാൽ ആണ്. ഓപ്ഷൻ സി ആണ്, KN ഹരിലാൽ. കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആരാണ്? റവാഡ എ ചന്ദ്രശേഖർ ആണ്. റവാഡ എ ചന്ദ്രശേഖർ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ DGP. അടുത്തത് 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ. 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ആരൊക്കെയാണ്? ബെൻ എസ് ബെർണാങ്ക്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ഡിബ്വിക്ക് എന്നിവരാണ്. ബെൻ എസ് ബെർണാങ്ക്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ഡിബ്വിക്ക്. അപ്പോൾ 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്?
ക്ലോഡിയ ഗോൾഡിനാണ്. 2023 ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ 2024 ലഭിച്ചത് 3 പേർക്കാണ്. ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ എന്നിവർക്കാണ് 2024 ലഭിച്ചത്. ഇപ്പോൾ 2025 റീസെൻ്റ് ആയിട്ട് 2025 ലഭിച്ചത് സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ജോയൽ മോക്കിർ, ഫിലിപ്പ് അക്കിയോൺ, പീറ്റർ ഹൗവിറ്റ് എന്നിവർക്കാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 2025 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത് ജോയൽ മോക്കിർ, ഫിലിപ്പ് അക്കിയോൺ, പീറ്റർ ഹൗവിറ്റ് എന്നിവർക്കാണ്. അടുത്തത് 2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ പരിഗണിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? 2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ പരിഗണിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ആരാണ്? ജഗദാംബിക പാലാണ്. അപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2025 ഏപ്രിൽ 5-നാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2025 ഏപ്രിൽ 5-നാണ്. ഇത് പ്രാബല്യത്തിൽ വന്നത് 2025 ഏപ്രിൽ 8-നാണ്. ഓക്കെ, പ്രാബല്യത്തിൽ വന്നത് 2025 ഏപ്രിൽ 8-നാണ്. അടുത്തത് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 106 ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, 106 ഭരണഘടനാ ഭേദഗതിയാണ്. ഇത് അറിയപ്പെടുന്ന എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് അറിയപ്പെടുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയം. ഇത് വനിതാ സംവരണ ബില്ലാണ്. 106 ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISROയുടെ നൈസർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നൈസർ ദൗത്യത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന, ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ്. ശരിയാണ്. നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ബഹിരാകാശ ദൗത്യമാണ് നൈസർ എന്ന് പറയുന്നത്. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. അതും ശരിയാണ്. ഈ നൈസർ ദൗത്യം എന്താണ്? ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് GSLV Mk3 എന്ന വിക്ഷേപണ വാഹനമാണ്. ഈ പ്രസ്താവന തെറ്റാണ്. GSLV Mk2 എന്ന വിക്ഷേപണ വാഹനമാണ് ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത്. GSLV Mk3 അല്ല, Mk2 ആണ്. Mk2 എന്ന വിക്ഷേപണ വാഹനമാണ് നൈസാർ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം മാത്രമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തത് 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. അപ്പോൾ 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ദിവ്യ ദേശ്മുഖാണ്. അപ്പോൾ 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് നടന്നത് എവിടെ വെച്ചാണ്? അത് UAE-യിൽ വെച്ചാണ് നടന്നത്. അടുത്തത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തതാണ് ഉള്ളൊഴുക്ക്. അടുത്തത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏതാണ്? 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യയാണ്. പാകിസ്ഥാനെയാണ് തോൽപ്പിച്ചത്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഹൈദരാബാദിലാണ്. ഇത് 2022 നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഓപ്ഷൻ എ ആണ്, നെടുങ്കണ്ടത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത്. നെടുങ്കണ്ടം എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഓപ്ഷൻ ബി ആണ്, മലപ്പുറം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിറ്ററേറ്റ് ജില്ല. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്?
കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് ഗഗൻയാനാണ്. അടുത്തത് ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആര്? ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? BR ഗവായി ആയിരുന്നു. BR ഗവായി. അപ്പോൾ ഇന്ത്യയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൂര്യകാന്ത് ആണ്. ഓക്കെ, ഇന്ത്യയുടെ നിലവിലെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? സൂര്യകാന്ത് ആണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഓപ്പൺ ചെയ്തത് എന്നാണ്? 2025 മെയ് 2-നാണ്. ഓക്കെ, വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് 2025 മെയ് 2-നാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. 1. 2025 ONV പുരസ്കാരം കവി N. പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. ശരിയാണ്. 2025 ONV പുരസ്കാരം ലഭിച്ചത് N. പ്രഭാവർമ്മയ്ക്കാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖാണ്. അതും ശരിയാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ബാനു മുഷ്താഖിനാണ്. കന്നഡ എഴുത്തുകാരിയാണ്. 3ാമത്തെ പ്രസ്താവന 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് KR മീരയ്ക്കാണ് ലഭിച്ചത്. അത് തെറ്റാണ്. 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ്. ഓക്കെ, KR മീരയ്ക്കല്ല, സാറ ജോസഫിനാണ് ലഭിച്ചത്. 4ാമത്തെ പ്രസ്താവന 2024 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. അത് തെറ്റാണ്. 2024 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചെരുവിലിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അശോകൻ ചെരുവിലിനാണ് 2024 വയലാർ അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് ലഭിച്ചത്. ഓക്കെ, അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് 2024 വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2025 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? E. സന്തോഷ് കുമാറിനാണ്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന് E. സന്തോഷ് കുമാറിനാണ് 2025 വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 2ഉം ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. അടുത്തത് കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏത്? കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏതാണ്? വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്താണ്. വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ്. അടുത്തത് 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? ഏതാണ്? നിഹോൺ ഹിഡാൻക്യു ആണ്. നിഹോൺ ഹിഡാൻക്യു. അപ്പോൾ 2025 സമാധാന നോബൽ സമ്മാനം നേടിയത് ആർക്കാണ്? 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? മരിയ കൊറീനയ്ക്കാണ്. ഓക്കെ, മരിയ കൊറീന മാഷാഡോയ്ക്കാണ് 2025 പീസ് നോബൽ പ്രൈസ് ലഭിച്ചത്. അടുത്തതൊരു പദ്ധതിയാണ്. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേര്. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേര് എന്താണ്? കേരള ട്രൈബൽ പ്ലസ് എന്നാണ്. കേരള ട്രൈബൽ പ്ലസ്. അടുത്തത് 2023 19 കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത്. അപ്പോൾ 2023 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത് എന്താണ്? ജൻ വിശ്വാസ് ബിൽ എന്നാണ്. ജൻ വിശ്വാസ് ബിൽ. അടുത്തത് അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ്. കേന്ദ്ര ബജറ്റ് 2023-24. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെസ്ല ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
വൈദ്യുത കാർ നിർമ്മാണമാണ്. വൈദ്യുത കാർ നിർമ്മാണം. അടുത്തത് ISROയുടെ ആദിത്യ L1 ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം? 1. ഇത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ്. ശരിയാണ്. 2. 2023 സെപ്റ്റംബർ 2-ന് PSLV C-57 ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. അതും ശരിയാണ്. ആദിത്യ L1ന്റെ വിക്ഷേപണ വാഹനം PSLV C-57 ആയിരുന്നു. 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. 3. സൂര്യന്റെ അടുത്തുള്ള L4 ലഗ്രാഞ്ച് പോയിന്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. L4 ലഗ്രാഞ്ച് പോയിന്റ് അല്ല, L1 ലഗ്രാഞ്ച് പോയിന്റ് ആണ്. ഓക്കെ, ലഗ്രാഞ്ച് പോയിന്റ് 1-ലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന 3 മാത്രമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി. അപ്പോൾ 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MR രാഘവ വാര്യർക്കാണ്. ഓക്കെ, MR രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് MK സാനുവിനാണ്. ഓക്കെ, MK സാനുവിനാണ് 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. അടുത്തത് 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആര്? 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആര്? അപ്പോൾ 2025 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? സുസുമു കിറ്റഗാവ, ഒമർ യാഗി, റിച്ചാർഡ് റോബ്സൺ. ഓക്കെ, സുസുമു കിറ്റഗാവ, ഒമർ യാഗി, റിച്ചാർഡ് റോബ്സൺ എന്നിവർക്കാണ് 2025 രസതന്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ ഇതിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്, ജോൺ M. മാർട്ടിനസ് ആണ്. അടുത്തത് 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. 1. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. 2. LVM-3യുടെ 3ാമത്തെ ഓപ്പറേഷണൽ പറക്കലാണിത്. അത് തെറ്റാണ്. LVM-3യുടെ 5ാമത്തെ ഓപ്പറേഷണൽ പറക്കലാണ്. ഓക്കെ, LVM-3യുടെ 5ാമത്തെയാണ്, 3ാമത്തെ അല്ല. അപ്പോൾ അത് തെറ്റാണ്. 3ാമത്തെ പ്രസ്താവന ഇതൊരു കമ്മ്യൂണിക്കേഷണൽ സാറ്റലൈറ്റ് ആണ്. അത് ശരിയാണ്. കമ്മ്യൂണിക്കേഷണൽ സാറ്റലൈറ്റ് ആണ് CMS-03. 4ാമത്തെ പ്രസ്താവന ഭാരം കുറവായതിനാൽ വിക്ഷേപണം എളുപ്പമായിരുന്നു. അത് തെറ്റാണ്. ഈ CMS-03 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഹെവിയസ്റ്റ് മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഓക്കെ, ഹെവിയസ്റ്റ് മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് CMS-03 എന്ന് പറയുന്നത്. അപ്പോൾ ഭാരം കൂടിയ ഒരു ഉപഗ്രഹമാണ് CMS-03. അപ്പോൾ 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 3ഉമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ CMS-03യുടെ മറ്റൊരു പേര് GSAT-7R എന്നാണ്. ഓക്കെ, GSAT-7R എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത്. LVM-3യുടെ 5ാമത്തെ ഓപ്പറേഷണൽ പറക്കലാണ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് CMS-03 എന്ന് പറയുന്നത്. ഭാരം കൂടുതലാണ്. അടുത്തത് ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം. 2023 ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം എന്തായിരുന്നു? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതായിരുന്നു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതായിരുന്നു ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം. അടുത്തത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? 2025 സന്തോഷ് കുമാർ. അടുത്തത് ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13-ന് ഈജിപ്തിലെ ഷരം അൽ ഷെയ്ഖിൽ നടന്നു. അത് ശരിയാണ്. 2ാമത്തെ പ്രസ്താവന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുമാണ് അധ്യക്ഷത വഹിച്ചത്. അതും ശരിയാണ്. 3. ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ച് ഉച്ചകോടി തീരുമാനം എടുത്തില്ല. അപ്പോൾ അത് തെറ്റാണ്. ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഉച്ചകോടിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഉടനെ തന്നെ പാർട്ട് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്